നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയെ ചുറ്റിപ്പറ്റി ദുരൂഹതകളേറെ. തട്ടിപ്പും വെട്ടിപ്പും തൊഴിലാക്കിയ വ്യക്തിയാണോ ഡി മണി എന്ന സംശയമാണ് ഉയരുന്നത്. ഡി മണിക്ക് പിന്നിൽ ഇറിഡിയം തട്ടിപ്പ് സംഘമെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മണിയുടെ സഹായി ശ്രീകൃഷ്ണൻ ഇറിഡിയം തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ഇതാണ് സംശയമുയർന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെ പല പ്രമുഖരെയും ഉൾപ്പെടെ ശ്രീകൃഷ്ണൻ തട്ടിപ്പിനിരയാക്കിയതായും മണിയുടെ സംഘത്തിന്റെ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്നുമാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം തനിക്ക് പ്രവാസിയെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അറിയില്ലെന്നാണ് മണി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ഇന്നലെ രാവിലെ 10:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ 7.5 മണിക്കൂറാണ് നീണ്ടുനിന്നത്. 2 ക്രൈംബ്രാഞ്ച് SPമാർക്കൊപ്പം ക്രൈംബ്രാഞ്ച് മേധാവി SP വെങ്കടേഷ് നേരിട്ടെത്തിയാണ് ഇവരെ ചോദ്യം ചെയ്തത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ 3 പ്രതികളെയും SIT ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെയാണ് ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. 3 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്ത് നിർണായക വിവരങ്ങൾ ശേഖരിക്കാനാണ് SITയുടെ നീക്കം. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് SIT. കേസിൽ അവസാനം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. പോറ്റിക്കും ഭണ്ഡാരിക്കും ഗോവർദ്ധനും കൊള്ളയിൽ ഒരുപോലെ പങ്കുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. കൈക്കലാക്കിയ സ്വർണം എവിടെയെല്ലാം എത്തി എന്നതിലടക്കം വ്യക്തത തേടുകയാണ് ചോദ്യം ചെയ്യലിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ സർക്കാരിലെയും രാഷ്ട്രീയ നേതൃത്വത്തിലെയും ഉന്നതരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്നും SIT പരിശോധിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും മൊഴിയിലും അന്വേഷണ സംഘം വിശദ പരിശോധന നടത്തും. ഇരുവരുടെ മൊഴി തൃപ്തികരമല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിൽ ദേവസ്വം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് കടകംപള്ളി മൊഴി നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് കടകംപള്ളി സമ്മതിക്കുകയും ചെയ്തു. കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം രഹസ്യമായി ചോദ്യം ചെയ്തത് വിവാദമാക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ചോദ്യം ചെയ്യൽ മനഃപൂർവ്വം നീട്ടിവെക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുകയാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത്. കോടതി ഇടപെട്ടതിനാലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും ഈ കേസിൽ ആരും നിഷ്കളങ്കരല്ലെന്നും സതീശൻ പറഞ്ഞു. CPM-ന് ക്ഷീണമുണ്ടാക്കുമെന്ന ഭയത്താലാണ് ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി വെച്ചതെന്നും കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ പങ്കുറപ്പിക്കുന്ന തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാർ പ്രതികൾക്ക് കുടപിടിക്കുകയാണെന്നും റിമാൻഡിലായവർ കൂടുതൽ നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുമോ എന്ന ഭയമുണ്ടെന്നും എല്ലാ ക്ഷേത്രങ്ങളുടെയും കാര്യത്തിൽ സർക്കാർ ഇടപെടാറില്ലെങ്കിലും ശബരിമലയുടെ കാര്യത്തിൽ ഇടപെടാറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. SITയിൽ ഇപ്പോഴും വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. കേസിൽ നേരത്തെ തന്നെ വമ്പൻ സ്രാവുകളുണ്ടെന്ന് താൻ പറഞ്ഞിരുന്നതായി 3 CPM നേതാക്കൾ ഇതിനോടകം ജയിലിലായതായും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. മന്ത്രിക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കണ്ടാൽ തിരഞ്ഞെടുപ്പിൽ UDF തോറ്റുവെന്ന് തോന്നിപ്പോകുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് വൈകിയാണെങ്കിലും സ്വാഗതാർഹമാണെന്നായിരുന്നു K. മുരളീധരൻ MP അഭിപ്രായപ്പെട്ടത്. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം സുതാര്യമാകണമെന്നും ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യലിന്റെ വാർത്ത 2 ദിവസം കഴിഞ്ഞാണ് പുറത്തു വന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്നും തുടർ നടപടികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു.